നമ്മുടെ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങൾ എപ്പോഴും നമുക്കിടയിൽ നിലനിൽക്കും. വരും വർഷങ്ങളിൽ ആളുകൾ, കരകൗശല വസ്തുക്കൾ, സ്ഥലങ്ങൾ, അതല്ലെങ്കിൽ കഥ പോലെ പത്തനംതിട്ട ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ആറന്മുള. പാർത്ഥസാരഥിയായി ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുരാതന ആറന്മുള ക്ഷേത്രം. പുരാതനമായ ആറന്മുള ക്ഷേത്രവും ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളംകളിയും സാംസ്കാരിക രംഗത്തുള്ള പ്രാധാന്യം നിലനിർത്തുമ്പോൾ ഏതാണ്ട് 4 സഹസ്രാബ്ദ വർഷം പഴക്കമുള്ള കരകൗശല വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോഹനിർമ്മിതമായ ആറന്മുള കണ്ണാടി. ലോകമെങ്ങും ആധുനിക കാലത്തെ രസക്കണ്ണാടികൾ അരങ്ങുവാഴുമ്പോൾ ലോഹനിർമ്മിതമായ കണ്ണാടി എന്നത് ഇന്നിവിടെ ആറന്മുള കണ്ണാടിയിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കേരളീയമായ കരകൗശലങ്ങളുടെ ചരിത്രം എന്നത് വളരെ ആഴമേറിയ ഒരു ഭാഗമാണ്. കേരളീയ സംസ്കാരത്തിന്റെ ഏതൊരു കോണിലും അതിന് ഒരു പ്രത്യേക സ്ഥാനവുമുണ്ട്. എൻ്റെ പേര് ജോൺ എന്നാണ്. ഞാനാണ് ഇവിടെ ആർമി ഹാൻഡിക്രാഫ്റ്റിൻ്റെ മാനേജർ. പിന്നെ ഞാനിവിടെ ആയിട്ടിപ്പോൾ ഒരു 1.5 വർഷത്തിന് മേളിലാണ്. ഈ കടയാണെങ്കിൽ അങ്ങനെ ഒരു 10 വർഷത്തിന് മേളിൽ പഴക്കമുള്ള കടയാണ്. ഇതിന് മുന്നേയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന കട ഇതിന് മുന്നേ വേറെ എടുത്തായിരുന്നു. വിലയിടുന്നത് കണ്ണാടിയുടെ വലുപ്പം അനുസരിച്ച്. ഓരോ കണ്ണാടി ഇഞ്ചുണ്ട്. 1.5 ഇഞ്ച് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 1.5 ഇഞ്ച് തൊട്ട് മേലോട്ട് പോകും. 1.5, 2, 2.5 ഇഞ്ച്, 3, 4, 6 അങ്ങനെ പോകും. അതെന്ന് വെച്ചാൽ ഈ കണ്ണാടി ആണ് ആദ്യത്തെ കണ്ണാടി. മറ്റേ പഴയ ഇപ്പം നമ്മൾ കാണുന്നത് സാധാ കണ്ണാടി എന്ന് പറയുന്നത് ഇതാണ്. ഇത് ബെൽജിയം ഗ്ലാസ്സാണ്. ഇത് വന്നിട്ട് തന്നെ ഒരു 300 വർഷം പഴക്കമുണ്ട്. പക്ഷെ ഈ കണ്ണാടി അതിലും കൂടുതൽ പഴക്കമുള്ളതാണ്. ആദ്യമായിട്ടുള്ള കണ്ണാടി എന്ന് പറയുന്നത് ഇത് തന്നെ. 4000 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൽ എവിടെയെങ്കിലും ഈ ലോഹ കണ്ണാടിയുടെ നിർമ്മാണം നിലനിൽക്കുന്നു എങ്കിൽ അത് ആറന്മുളയിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 10-50 വർഷം പഴക്കമുണ്ട് ആറന്മുള കണ്ണാടിയിൽ ബന്ധപ്പെട്ട്. പിന്നെ വലിയ പ്രാബല്യത്തൊക്കെ ആയതിപ്പം 19 വർഷത്തിൽ ആയതേ ഉള്ളൂ. പണ്ട് മുതലേ ഉള്ളതാണ്. വെളുത്തയും ചെമ്പും ഒരു മിശ്രിതമാണ്. അങ്ങനെയാണ് ഈ ആറന്മുള കണ്ണാടി മിശ്രിതം ഉണ്ടാക്കുന്നത്. ചെമ്പും വെളുത്തീയവും ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്തുണ്ടാക്കിയ കൂട്ടുലോഹമായ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ഏതാനും വിശ്വകർമ്മ തറവാടുകളുടെ പാവന സ്വത്തായി ഇന്നും സൂക്ഷിച്ചു പോരുന്നു. ഈ ലോഹ കണ്ണാടിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പല കഥകളും നിലനിൽക്കുന്നുണ്ട് എങ്കിലും വിശ്വസനീയമായ ഒരു കഥ ഇങ്ങനെ പറയുന്നു. ശങ്കരൻ കോവിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് ഭഗവാന്റെ ഒരു അനുഭവമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനാണ് ആറന്മുള കണ്ണാടി ഉപകരണമുണ്ട്. ഈ വീട്ടിൽ വെച്ചാൽ ഐശ്വര്യമാണ് പോസിറ്റീവ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അവരാണ് ഇത് കണ്ടുപിടിക്കുന്നതും ഭഗവാൻ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയുന്നതെങ്കിൽ ചരിത്രമാണ്. ഭഗവാൻ ഇഷ്ടപ്പെട്ടെന്നോ ആരും പ്രാബല്യത്തിൽ വരുന്നതാണ്. ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുനെൽവേലിക്കടുത്തുള്ള ശങ്കരൻ കോയിലൂരിൽ നിന്ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര നിർമ്മാണത്തിന് സഹായികളായി വന്ന കൈത്തൊഴിൽ വിദഗ്ധരാണ് ആദ്യമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചത്. ഇവരുടെ പിൻതലമുറക്കാരായ ഏതാനും കുടുംബങ്ങൾക്ക് മാത്രമാണ്
ഇപ്പോഴും ഈ നിർമ്മാണ രഹസ്യം അറിയുകയുള്ളൂ. ഈ അറിവ് ദൈവികമായി ലഭിച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ഇവർക്ക് കണ്ണാടി നിർമ്മാണം കച്ചവടത്തെക്കാൾ ഉപരി അനുഷ്ഠാനം കൂടിയാണ്. ചെമ്പും വെളുത്തീയവും 10:5 എന്ന അനുപാതത്തിൽ കലർത്തി ഉണ്ടാക്കുന്ന കൂട്ടുലോഹം, മണൽ കലരാത്ത പുഞ്ചമണ്ണും പഴയ ചണച്ചാക്കും മറ്റും ചേർത്ത് അരച്ചുണ്ടാക്കിയ അച്ചിൽ ഉരുക്കി ഒഴിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. അളവിൽ 1/2 ഇഞ്ച് കനത്തോടു കൂടി വാർത്തെടുത്ത ഈ ലോഹ കണ്ണാടിക്ക് വാലുപോലുള്ള ഒരു കൈപ്പിടിയും കാണാം. എന്നാൽ ഇഷ്ടാനുസരണം രൂപകൽപ്പന ചെയ്യാവുന്നതുമാണ് ഇത്. 8 പൂജാ സാധനങ്ങളിൽ ഒന്നായി അഷ്ടമംഗലത്തിൽ വാൽക്കണ്ണാടിയും ഉപയോഗിച്ചു പോരുന്നു. ലോഹക്കണ്ണാടി ആയതുകൊണ്ട് തന്നെ ആധുനിക രസക്കണ്ണാടിയുമായി വെച്ചു നോക്കിയാലും പ്രയോജനത്തിന്റെ കാര്യത്തിലും കാശിയുടെ കാര്യത്തിലും സാധാരണ കണ്ണാടിയേക്കാൾ ഒട്ടും പിന്നിലല്ല ആറന്മുള കണ്ണാടി. നിങ്ങൾ ആറന്മുള കണ്ണാടി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനൊരു ഹോളോമാർക്കുണ്ട്. ഈ ഹോളോമാർക്ക് ഉള്ളത് മാത്രമേ വാങ്ങിക്കാം. ഈ ആറന്മുള കണ്ണാടി ഈ നോർമൽ കണ്ണാടി തിരിച്ചറിയാവുന്നു. അതൊരു സിമ്പിൾ ടെസ്റ്റാണ്. ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. കാണാമോ? നേരെ മറിച്ച് ഇത് ആറന്മുള കണ്ണാടിയാണ്. എന്നാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മൾ നേരിൽ എങ്ങനെ കാണുന്നത് അതാണ് ഈ വരുന്നത്. പക്ഷേ ഇതങ്ങനല്ല. ഇതാണെങ്കിൽ ഒരു പ്ലെയിൻ ഗ്ലാസ്, അത് ചെറിയ ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു മെർക്കുറി കോട്ടിങ്. അങ്ങേയറ്റം ക്ഷമയോടുകൂടി ദിവസങ്ങളോളം അധ്വാനിച്ചാണ് ഓരോ കണ്ണാടിയും രൂപപ്പെടുത്തിയെടുക്കുന്നത്. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ ഇവിടെ പഠിക്ക് കയറിയിട്ട് ഇപ്പോൾ 4 വർഷത്തോളം ആവുന്നു. എനിക്ക് ഇവിടെ ഡിസൈൻ ചെയ്ത വർക്കും പിന്നെ തിരിക്ക് ബഫിക്ക് എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഡിസൈൻ വർക്കാണ് ചെയ്യുന്നത്. അത് ഓരോ ഫ്രെയിമും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലെ ഓരോ പ്ലാനാണ് ആ ഫ്രെയിമിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തെടുത്ത് മറ്റ് വരുന്ന കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ആ ഒരു എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ഭഗവാൻ തരുന്ന ഒരു കഴിവ് തന്നെയാണ് നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ആറന്മുളയിലെ നെൽപ്പാടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പ്രത്യേകതരം കളിമണ്ണ് അരച്ചെടുത്ത് കണ്ണാടിക്ക് ആവശ്യമായ അച്ചുകൾ നിർമ്മിക്കുന്നു. കുപ്പിയുടെ മാതൃകയിലുള്ള ഈ അച്ചിന്റെ കഴുത്തുഭാഗത്തുള്ള ചെറിയ ദ്വാരത്തിന് മുകളിൽ ചേർപ്പിന്റെ ആകൃതിയുള്ള ഭാഗത്ത് ചെറു ലോഹ കഷ്ണങ്ങൾ പ്രത്യേകം അനുപാതത്തിലുള്ള കോട്ടർ ടിൻ സങ്കരം നിറച്ച ശേഷം ഈ ഭാഗം അരച്ച കളിമണ്ണ് കൊണ്ട് പൊതിയുന്നു. തുടർന്ന് ഈ അച്ച് 40 ഡിഗ്രി ചൂടിൽ ഉലയിൽ വെച്ച് 2-3 മണിക്കൂർ നേരം പഴുപ്പിക്കുന്നു. ഈ ചൂടിലേറ്റ ലോഹ കഷ്ണങ്ങൾ ഉരുകി അച്ചിനുള്ളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. തണുത്ത ശേഷം കളിമണ്ണ് പൊട്ടിച്ച് അതിനുള്ളിൽ ഉരുകിയുറച്ച ലോഹസങ്കരത്തെ പുറത്തെടുക്കുന്നു. ലോകത്തിന്ന് മറ്റെവിടെയും കാണാത്തതുകൊണ്ടും കണ്ണാടിയുടെ സൗന്ദര്യം കൊണ്ടും ഉപയോഗം കൊണ്ടും ആറന്മുള കണ്ണാടി കേരളത്തിനകത്തും വിദേശത്തും പ്രത്യേക സ്ഥാനം നിലനിർത്തിയിരിക്കുന്നുവെന്നും പറയാവുന്നതാണ്.